കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാണ് പടച്ചവര്? എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന്? അവിടെ നിന്ന് പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ. പെങ്ങള്, മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യൻ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത്? മൂസാ നബി അല്ലാഹുവോട് ചോദിക്കുന്നു, നാഥാ ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന്, എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന്. അല്ലാഹു അവസരം കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അല്ലാ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവേ, തോളിൽ ഇങ്ങനെ ഒരാ 2 തുണിക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതാ ചുമലില് 2 സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാ. മൂസാ നബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് ചെറുപ്പക്കാരനോട് പരിചയപ്പെട്ടു. അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂട്ടത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാണ്. മൂസാ നബിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണമുണ്ടാക്കാൻ കടന്നുപോയി. മൂസാ നബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ ചുമന്നുകൊണ്ടുവന്ന് സഞ്ചിയിരുന്ന് അനങ്ങുകയാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് അത്ഭുതമായി. ചലിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്. ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെ നിന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9.5 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെ നിന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത്, മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾ പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ അന കലീമുല്ലാഹി മൂസാ, ഞാനാണുമ്മ മൂസാ നബി അലൈഹിസ്സലാം, ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട്
വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാനുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനാണ് മൂസാ നബി. നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ, എന്റെ പ്രിയപ്പെട്ട സഹോദരോ. മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്. ഏത് കൊലകൊമ്പനാണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽക്കമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിന്റെ സഹാബിയാണല്ലോ. മരണസമയത്ത് അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിനോട് എല്ലാവരും ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയ്ക്ക് പറയാൻ കഴിയുന്നില്ലോ. പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, അൽക്കമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി ചോദിച്ചത്, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നഅം യാ റസൂലല്ലാഹ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ. വിളിച്ചുകൊണ്ട് വാ സഹാബ, അവസാനം ഉമ്മാനെ കൊണ്ടുവന്നു. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ്? അവിടെന്ന് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോൻ എന്നെ വല്ലാത്ത സ്നേഹമായിരുന്നു, എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്നെ മറന്നു നബിയേ. എന്നോടിപ്പ സ്നേഹമില്ല നബിയേ. എന്നെക്കാളും സ്നേഹം അവനവന്റെ ഭാര്യയോടാണ് നബിയേ. ചരിത്രം പറയുന്ന ഉമ്മയുടെ തെറ്റിദ്ധാരണയായിരുന്നു. എന്റെ മകന് എന്നെക്കാളും സ്നേഹം അവന്റെ ഭാര്യയോടാ. ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ലാ, അതുകൊണ്ട് ഞാനവനെ പൊരുത്തപ്പെട്ട് കൊടുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ നിങ്ങളുടെ പൊന്നുമോന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയൂ. പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? ഇല്ല യാ റസൂലല്ലാഹ്, എനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ. റസൂലുള്ളാഹ് പറഞ്ഞു, സഹാബാ, ഉമ്മാടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ച് കള സഹാബാ. ഉമ്മയുടെ പൊരുത്തമില്ലാത്തവനെ കരിച്ചുകളോ. അവസാനം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആ മാതാവ് പറയുന്നു, നബിയേ, അവൻ എത്ര ദ്രോഹിച്ചവനാണെങ്കിലും എന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും അവൻ എന്റെ മകനാണല്ലോ നബിയേ. ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. അൽഖമ റളിയല്ലാഹു തആല അൻഹു തന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞത് ആ സമയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കള് അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്. പണം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വാടക വീടെങ്കിൽ വാടക വീട്, 2 നിലയെങ്കിൽ 2 നില. അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട നീയാണ് ലോക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സ്വർഗത്തിലും അവരെ തന്നെ അള്ളാഹു മാതാപിതാക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് സമയം 8:18 അതുകൊണ്ട് അടുത്ത വഅദിന് ഞാൻ പോകേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാ. അള്ളാഹു ആയുസ് തന്നാൽ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ കൂടാം, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയം മരണത്തിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയമാണ് മരണത്തിന്റെ സമയം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്കിൽ പ്രവാചകൻ പറഞ്ഞു, ആ സമയത്ത് ചിലർ വെള്ളം കുടിച്ചില്ലെങ്കിലും, ചില ആൾക്കാർ ആ സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നിട്ട് മരിക്കാൻ എന്താപ്പാ ആഗ്രഹമുള്ളവർ കൈവക്കിയാൽ മതി. എനിക്ക് പച്ചവെള്ളം വേണ്ട ഉസ്താദെ, ഞാൻ വലിച്ചു ചാവാന്നുള്ളവർ അങ്ങനെ, അത് അവനവന്റെ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് ആഗ്രഹമുള്ളവർ കൈവക്ക്. മരിക്കുമ്പോൾ ദാഹം തീർന്നിട്ട് നിങ്ങളൊക്കെ വേറെ എന്തിനാന്ന് എനിക്കറിയില്ല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മരണസമയത്ത് ദാഹം തീർന്നവരായി മരിക്കാൻ കൈവക്കാൻ പേടി, ഇനി വല്ല പൈസയും ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. പിരിവിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സഹോദരൻ. പിരിവിന്റെ കാര്യം എന്തിനാ ഉപ്പ? പിരിവെന്തിനാ? ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും, ഇന്ന് നമ്മുടെ കേരളത്തിൽ കർണാടക മുതൽ വഅദ് പറയുന്ന ആളാണ്. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും കൂടുതൽ പൈസ വഅദിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സ്ഥലം പായിപ്പാടാ. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കാരണം അത്രയ്ക്കും അള്ളാഹു, അത്രയ്ക്കും ഒരു ഒത്തൊരുമ അള്ളാഹു നിങ്ങൾക്കൊക്കെ, നിങ്ങളുടെയൊക്കെ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഈ നാട്ടിലെ ഒത്തൊരുമ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കോടിക്കണക്കിന് രൂപയല്ലേ അൽഹംദുലില്ലാഹ്. 3-4 ദിവസത്തെ വഅദ് കൊണ്ട് മത്സരമായിരുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പം മരണസമയത്ത് ദാഹങ്ങൾ തീർന്നിട്ട് മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഈ ഇരിക്കണ കൊച്ചുമക്കൾക്ക് വരെ അറിയാം, ഈ ഇരിക്കണ മദ്രസയിൽ പോകുന്ന കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാ ദിവസവും ഓതിയാൽ മരണസമയത്ത് ദാഹം തീർന്നവനായി മരിക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? എന്താ ഒരു മടി? ഇൻഷാ അല്ലാഹ് പറയാം. ബക്കറ ഒന്നും അല്ല, എടുക്കണ്ട. ഞാൻ ബക്കറ ഒന്നും ഓതാൻ അറിയാൻ പറയില്ല. എല്ലാവർക്കും ബക്കറ ഓതാൻ അറിയത്തില്ല. ചെറിയ സൂറത്ത്, എല്ലാവർക്കും അറിയുന്ന സൂറത്താ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണം പടച്ചോനെ. ഇൻഷാ അല്ലാഹ്. നബിദിനൊക്കെ ഇല്ലേ? അപ്പൊ നബിദിനൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാഹ്. നബിദിനൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്. നബിദിനമൊക്കെ ഇപ്പൊ ചോദിക്കും, നബിദിനം ഉണ്ടോ, മൗലൂദുണ്ടോ, അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇതിനൊക്കെ തെളിവ് അവർക്ക് പിന്നെ എന്ത് പറഞ്ഞാലും ചോദിക്കും. എല്ലാത്തിനും തെളിവാ. ഒന്നിനും തെളിവ് പറയാൻ സമയമില്ല. നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട്, അതെന്നെ തെളിവ്. നിന്റെ വാപ്പയും നിന്റെ വാപ്പാടെ വാപ്പയും നീ മദ്രസയെ പഠിപ്പിച്ചപ്പോൾ നിന്റെ ഉസ്താദും പഠിപ്പിച്ചിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ തെളിവ്. പിന്നെ തെളിവ് ചോദിക്കാൻ പോയാ പിന്നെ നിനക്ക് തന്നെ തെളിവില്ലാതെ പോകുന്ന കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല ഒറ്റ തെളിവ്. ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ നിങ്ങളുടെ അബൂ ലഹബിനെ ഖുർആൻ ശപിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബൂജഹൽ ചത്തുപോയതിനു ശേഷം ഒരിക്കൽ ഇബ്നു അബ്ബാസ് തങ്ങൾ അബൂജഹലിനെ സ്വപ്നം കണ്ടു.
അബൂജഹലിനെ സ്വപ്നം കണ്ടപ്പോ നരകത്തിൽ കിടക്ക. അബൂജഹലിനോട് ചോദിച്ചു, നിന്റെ അവസ്ഥ എങ്ങനാ? അപ്പൊ പറഞ്ഞു, നരകത്തിന്റെ അകത്ത വലിയ പ്രയാസവാ. അബൂജഹൽ പറഞ്ഞു, നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ, പക്ഷെ എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും. അബൂജഹൽ പറയാണ്, തബ്ബത്തി യദാ അബൂ ലഹബ് എന്ന് ഖുർആൻ പറഞ്ഞ അബൂ ലഹബ് പറയുകയാ, എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും. എന്റെ കൈയുടെ വിരലിൽ കൂടെ വെള്ളം വരും, ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താ അതിന്റെ കാരണം? ഇത്രയും വലിയ വൃത്തികെട്ടവന് അള്ളാഹു തിങ്കളാഴ്ച ദിവസം മാത്രം ഈ കരുണ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചപ്പോ ഓൻ പറഞ്ഞെന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചെന്ന് ഒരു അടിമ പെണ്ണ് എന്റെ അടുക്ക വന്ന് പറഞ്ഞു. പ്രവാചകൻ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 പ്രവാചകൻ ജനിച്ചു. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച കാര്യം ഒരു അടിമ പെണ്ണ് എന്റെ അടുക്ക വന്ന് പറഞ്ഞപ്പോ ആ സന്തോഷം കാരണം ഞാൻ ആ അടിമ പെണ്ണിനെ മോചിപ്പിച്ചു വിട്ടു. അള്ളാഹു എനിക്ക് അതിന് പകരം അള്ളാഹു എനിക്ക് അതിന് പകരം നൽകിയതാണെന്ന് അവൻ പോലും പറയുമ്പോ, ഒരു കാഫിറായ ഒരുത്തൻ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചപ്പോ ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്തപ്പോ അള്ളാഹ് ഈ പ്രതിഫലം കൊടുത്തെങ്കിൽ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ടു നടക്കണം നമുക്കെന്ത് പ്രതിഫലമായിരിക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് ഓതണമെങ്കിൽ ഓത്, ഇല്ലെങ്കിൽ മിണ്ടാതെടാ. അത്ര എനിക്ക് പറയാനുള്ളൂ. മൗലിദ് ഓതാൻ പറ്റുമെങ്കിൽ ഓത്, തെറ്റുണ്ടെങ്കിൽ നീ തെറ്റ് തിരുത്തി ഓത്. ഇത്രയല്ലേ ഉള്ളൂ. തെറ്റുണ്ടെന്ന് പറയും മൗലിദ് കിതാബിൽ തെറ്റുണ്ടെങ്കിൽ നീ ഓതണ്ട, തിരുത്ത്. അല്ലെങ്കിൽ നീ സ്വന്തമായിട്ടൊരു മൗലിദ് എഴുതി വായിച്ചോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അതിന്റെ ചീരണിയൊക്കെ നടക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാ നല്ല കാര്യത്തിനും അവസാന ദിവസം എപ്പോഴാണ് അതിന്റെ ചീരണിയൊക്കെ കൊടുക്കുന്നത്? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആരെല്ലാം പടച്ചവനെ ആ നല്ല കാര്യത്തിന് വേണ്ടി പടച്ചവനെ, നിങ്ങളൊക്കെ നോക്കി, ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ എത്ര ചാക്ക് അരി മേടിച്ചിട്ടായി ചങ്ങായിമാരൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തത്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വൽ 12 അന്ന് അൽഹംദുലില്ലാഹ് മദ്രസ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ അത് വല്ലാത്ത ഒരു പ്രതിഫലം. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദഖ കൊടുക്കുന്നു, റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് അവർക്ക് പുണ്യ നബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. ഉറക്കെ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ അല്ലാഹുവേ, ആ നല്ല കാര്യത്തിന് കൂട്ടുനിൽക്കുന്നവർ, അതിനെ സഹായം ചെയ്യുന്നവർ, അതിന് സഹകരിക്കുന്നവർ, അല്ലാഹുവേ നീ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു നീതിമാനാ, അത് മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ടും അള്ളാഹു മറ്റൊരുത്തന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച നിനക്ക് അള്ളാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ശിക്ഷ കേട്ടാൽ മതി, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനോട് അസൂയ വെക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, 2 നില വീടായി, കടയായി, കച്ചവടമായി, വാഹനമായി, മക്കൾക്കൊക്കെ നല്ല ജീവിതമായി, ഇതൊക്കെ അള്ളാഹ് എനിക്ക് തരുന്നത് എന്നോടെന്തോ സ്നേഹമുള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കണേ. അല്ല, അള്ളാഹു മറ്റൊരു മനുഷ്യർ കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, അവൻ ഒരു കാലത്തും അള്ളാഹു സമാധാനം കൊടുക്കത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമാധാനം കിട്ടാത്തതിന്റെ 1ാമത്തെ കാരണം അയൽവാസിയുടെ വീടും കാറും തന്നെയാ, വേറൊന്നുമല്ല. നീ എപ്പോഴും അവളെ നോക്കുന്ന എന്തിനാ ഉമ്മ? നിനക്കല്ല തന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ. നിനക്ക് എഴുതിയതല്ലേ തരൂ, നിന്റെ പേര് എഴുതിയതല്ലേ അല്ല നിനക്ക് തരൂ. നീ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ നിനക്ക് അള്ളാഹു സമാധാനം തരൂല. 2, കൽബിന് ദാരിദ്ര്യം തരും. അള്ളാഹു കൽബിന് ദാരിദ്ര്യം. കോടികളുടെ ആസ്തിയുണ്ട് ചിലർക്ക്, എന്നാ 5 നയാ പൈസ ഒരു മിത്തിനും കൊടുക്കൂല. ഇനി പള്ളിക്കല്ല, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഇവന് തിന്നാൻ പറ്റുമോ? അതുമില്ല. വീട്ടിൽ പോയി നോക്ക്, കോടികൾ ആസ്തിയുള്ളവന്റെ വീട്ടിൽ പോയി നോക്ക്, കഞ്ഞിയും ചമ്മന്തി ആയിരിക്കും. ആക്ക ഒരു മട്ടൻ ബിരിയാണി, അല്ലോ പറ്റൂല, കൊളസ്ട്രോളാ. ഇതവസ്ഥ. നീക്കും തിന്നാൻ പറ്റൂല, ആർക്കും കൊടുക്കത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 പായിപ്പാടുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോ, 3ാമത്തെ ശിക്ഷ, ഈ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു സാധുവിനൊരു കടയുണ്ട്, നിനക്കും ഒരു കടയുണ്ട്. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ ഇത് നോക്കിയിട്ട് പ്രാവുക, അല്ല ഇവൻ എന്നാ വന്ന് എത്തിങ്കാനേലാവന്ന്, നീ ഇങ്ങനെ പ്രാവിയിട്ടിരിക്ക. നീ ഇങ്ങനെ അസൂയ, നിന്റെ വീടിന്റെ അയൽവാസിക്ക് ആകെ ഉണ്ടായിരുന്ന 1 നില വീടാ. നീ ആണെങ്കിൽ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ പണി, അവൻ ആകെ 1 കടയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടെ അവൻ തുറക്കും. അത് തന്നെയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ അവൻ 1 കട കൂടെ തുറക്കും, നിന്റെ ഉള്ളതും പൂട്ടും. ആകെ 1 നില വീടേ ഉണ്ടായിരുന്നുള്ളൂ, അവള് 2 നില വീടും വെച്ച് 1 കാറും വാങ്ങും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ യത്തീംഖാനയിലുമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ പണി, അള്ളാഹു തരുന്ന പണിഷ്മെന്റ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട്, തന്നതിനെ കുറിച്ച് ചിന്തിക്കുക.
തരാത്തതിനെ കുറിച്ചല്ല, അള്ളാഹു തന്നതിനെ കുറിച്ച്. എന്തിനാ നീ 2 നില വീട്ടിൽ നോക്കണേ? താത്ത, നീ എന്തിനാ 2 നില വീട്ടിൽ നോക്കണേ? നീ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? ഈ പായിപ്പാട് വാടക വീട്ടിൽ കിടക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്, എനിക്ക് 1 സെന്റ് ആണെങ്കിലും സ്വന്തമായിട്ടുണ്ടല്ലോ, അത് ചിന്തിക്ക്. ഇനി നീ വാടക വീട്ടിലാ കിടക്കുന്നെങ്കിൽ ഈ പായിപ്പാട് കടത്തിണ്ണയിൽ എത്ര പാവങ്ങൾ കിടക്കണം. നിനക്ക് വാടകയ്ക്കാണെങ്കിൽ അല്ലാഹു ഒന്ന് തന്നില്ലേ? അൽഹംദുലില്ലാഹ്, ശുക്ർ ചെയ്യ്, നന്ദി രേഖപ്പെടുത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ആരാ പറഞ്ഞേ? പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ള ആരാ പറഞ്ഞ? അത് സീരിയലിന്റെ കഥയാ, അത് നോവലുകളിലുള്ള കഥയാ. പെങ്ങളെ, എന്റെ സഹോദരിമാരെ, പണം വേണമെന്നൊരു നിർബന്ധവും ഇല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കണ കാലം വരെ മറന്നില്ല റസൂലുള്ളാഹ്. ഖദീജ ബീബി റളിയല്ലാഹു എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാരോട് പറയും, ഖദീജാനെ പോലെയാകണം, എന്റെ ഖദീജാനെ പോലെ ആകണം, എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. കേട്ട് 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 സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ കിളവിയോട് എന്താ ഇത്ര സ്നേഹം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ സഹിച്ചില്ല, കരഞ്ഞുപോയി റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. പെങ്ങളെ, വല്ലാത്ത സ്നേഹം. എന്തിന്? തന്റെ വീട്ടിൽ ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുത്തു വിടുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹവാ. കാരണം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട് കടത്തി. അവിടുന്ന് ഊരുവലക്കി ഷൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ അതാ ഖുറൈശികൾ അവിടുന്ന് ഊരുവലക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. കാരണം എന്തെന്നറിയുമോ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു. ജീവിതത്തിലെ പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല, ദുഃഖവും ദുരിതവും ജീവിതത്തിൽ അനുഭവിക്കാത്ത ഖദീജയാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലാ, മക്കളെയും കൂട്ടിയിട്ട് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജീവിക്കാനാണെങ്കിൽ ഞാനുണ്ട് നബിയേ, മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കുന്ന കാലം വരെ ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ യാചിച്ചെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനെ മരിക്കുന്നത് വരെ ഖദീജാനെ മറന്നുപോയില്ല. അത്രയ്ക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് പെങ്ങളെ, പണമുണ്ടെങ്കിലേ, 2 നിലയുണ്ടെങ്കില്, AC റൂമെങ്കില്, അതാ സഞ്ചരിക്കാൻ വാഹനമുണ്ടെങ്കില് സന്തോഷം കിട്ടൂ, സമാധാനം കിട്ടൂ എന്ന് നിന്റെ ചിന്ത തെറ്റാട് പൊന്നുമോള്. അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. റബീഉൽ അവ്വൽ മാസമാണല്ലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ വിശന്നുകൊണ്ട് വീടിന്റെ അകത്ത് വന്ന് ചോദിക്കുമ്പോ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാണ്. കാരണം പ്രവാചകന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അവിടെന്ന് ചോദിച്ചു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനതാ ചോദിക്കുമ്പോ ആയിഷ ബീബി മുഖം പൊത്തികെട്ട് നിന്ന് കരയുകയാ. കാരണം പച്ചവെള്ളം പോലുമില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവും മക്കളും വീടിന്റെ അകത്ത് വന്ന ഭക്ഷണം ചോദിച്ചിട്ട് ഇന്ന് വരെ കൊടുക്കാനില്ലാത്ത ഒരു ദിവസം അല്ലാഹു നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കരയുകയാ. പ്രവാചകൻ നോക്കുമ്പോ തന്റെ ഭാര്യ നിന്ന് കരയുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഒന്നുമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ ആയിഷ. പെങ്ങളെ, ജീവിതമെന്ന് പറഞ്ഞാൽ
എന്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കുറിച്ച് ആയിഷ ബീബി പറയുന്നുണ്ട്, ലൗകാന ഇൻദനാ ദുഹിനുൻ, എന്റെ വീടിന്റെ അകത്തെങ്ങാണം വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനെടുത്ത് കുടിക്കുമായിരുന്നു സ്വഹാബ. ആയിഷ ബീബിയാണ് പറയുന്നത്. അതുകൊണ്ട് പെങ്ങള് പണം ആഗ്രഹിക്കല്ലേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. പായിപ്പാടൊരുമിച്ച് കൂടിയ പെണ്ണെ, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരാ. നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണോ? പ്രവാചകൻ അവിടെ നിന്ന് പറയുകയോ, രാവിലെ ജോലിക്ക് വേണ്ടി മീൻ കച്ചവടമാകട്ടെ, കടയിലേക്കാകട്ടെ, കൂലിപ്പണിക്കാകട്ടെ, നിന്റെ ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ലോട്ടറിയുടെ പൈസയുമായിട്ട് വരല്, ഹറാമിന്റെ പൈസയുമായി വരല്, പലിശ പൈസയുമായി വരല്, ആരെയെങ്കിലും പറ്റിച്ച പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വരല്. ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമ് ഞങ്ങൾക്ക് തരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പണം കൂടുമ്പോഴാ എല്ലാവരെയും മറന്നു പോകുന്നത്. കൂടപ്പിറപ്പുകളെ മറന്നു പോകുന്നു, മാതാപിതാക്കളെ മറന്നു പോകുന്നു, പാവപ്പെട്ടവരെ മറന്നു പോകുന്നു. പണത്തിന്റെ പേരിലാണ് ഉമ്മ പണം കൂടുതൽ തരാത്തതിന്റെ പേരിൽ ഉമ്മയെ മറന്നുപോയ മക്കളുണ്ട്, വാപ്പാനെ മറന്നുപോയ മക്കളുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരാ, പണം കൂടുമ്പോ എല്ലാവരെയും മറക്കുന്ന പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരാ, പെറ്റ തള്ളയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലവാ, ഉമ്മാനെ മറന്നു പോകുന്ന, വാപ്പയെ മറന്നു പോകുന്ന ഒരുപാട് മക്കളുടെ കാലമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, രണ്ടു പേർക്ക് ആയുസ് കുറവാണ്, രണ്ടുപേരുടെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ വീട് ഏതെന്നറിയുവോ? ആ വീട്ടിലെ നാഥന് ആയുസ് കുറവാണ്. പാടുള്ള ഒരു മനുഷ്യന് ആയുസ് കുറവാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരെന്നറിയുവോ? ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് അല്ലാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോളെ ലോട്ടറി എടുക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, പലിശ കച്ചവടം നടത്തുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ജനങ്ങളെ പറ്റിച്ചിട്ട് പൈസയുമായി വീട്ടിൽ വരുന്ന ഭർത്താവിന്റെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറമോള്, ഈ പാപം നിങ്ങൾ നിർത്തണ്, ഈ ദുശീലം നിങ്ങൾ നിർത്തണ്. പട്ടിണി കിടന്നിട്ടാണെങ്കിലും നീ നിന്റെ ഭർത്താവിന്റെ ദുശീലം മാറ്റിക്കോ, ഇല്ലെങ്കിൽ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന്റെ കൂടെ നിൽക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ മക്കള് തീമായി പോകും പെങ്ങള്, നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആയുസ് കുറഞ്ഞു പോകുന്ന രണ്ടാമത്തെ പാപം എന്തെന്നറിയുവോ? പെറ്റ ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനുണ്ടല്ലോ, മാതാപിതാക്കൾ കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ, അവന്റെ ആയുസ് അല്ലാഹു കുലുക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണ്. വൃദ്ധസദനങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, പാപ്പാ നീ എത്ര വലിയവനാണെങ്കിലും, പായിപ്പാട് പള്ളിക്ക് നീ എത്ര കൊടുത്തവനാണെങ്കിലും, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണെങ്കിലും, നിസ്കാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ
എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ്, ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ, അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ്, നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. ദുആ ചെയ്തിട്ട് കാര്യമില്ലോ. പ്രവാചകനെ മടക്കി വിടുകയാണ്. രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കൂല. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്ത് പാപമാ അവര് ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തത്? ആ സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ നബിയേ. അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവരെ, നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ? പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കള് നരകത്തിൽ കിടന്ന് കരിയുകയാണ്, അവിടെ കിടന്ന് യാചിക്കുകയാണ്. കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു, നാഥാ, ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ, നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മമാര് പറയുമില്ല, എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല, അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ. അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുമോ? അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ. തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ, വാപ്പാ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല. അല്ലാഹു നല്ല മരണം കൊടുക്കൂല. നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ, മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ, നിങ്ങളുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തോ. മഹാനാ